സരയൂ നദിയുടെ തീരത്തായിരുന്നു ആ ഇടതൂർന്ന വനം. ആ വനത്തിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും താമസിച്ചിരുന്നു. സരയൂ നദിയിൽ വന്നാണ് ഈ വനവാസികളൊക്കെ ദാഹം തീർത്തിരുന്നത്. ആ നദിയുടെ അക്കരെ ഒരു കൊച്ചു വനമുണ്ടായിരുന്നു. അവിടെ കുറച്ച് മൃഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം വലിയ കാട്ടിൽ നിന്നും വന്ന കൊച്ചു മുയൽ സരയൂ നദിയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദിയുടെ അക്കരെ കാട്ടിൽ നിന്നും ഒരു കടുവ ഇത് നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് ഈ മുയലെ വേട്ടയാടി തിന്നാലോ? എന്റെ കാട്ടിലാണെങ്കിലോ വേട്ടയാടാൻ മൃഗങ്ങളൊന്നും ഇല്ലാതായി. ഞാൻ എന്തുകൊണ്ട് അപ്പുറത്തെ കാട്ടിൽ പോയി വേട്ടയാടിക്കൂടാ? ശരിയാണ്, അല്ലെങ്കിൽ തന്നെ ആ കാട് എത്ര വലുതാണ്. അവിടെയുള്ള സിംഹരാജാവാണെങ്കിലോ വെജിറ്റേറിയനാണ്. അയാൾ എങ്ങനെയാ ജീവിച്ചു പോകുന്നതെന്ന് എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ആ കടുവ മുയൽക്കുട്ടനെ വേട്ടയാടാനുള്ള തീരുമാനത്തിലെത്തി. ഭക്ഷിക്കാനുള്ള ആഗ്രഹമൂത്ത് കടുവ അക്കരയ്ക്ക് പോയി. തന്റെ നേർക്ക് ഒരു കടുവ വരുന്നത് കണ്ട് മുയലുകുട്ടൻ അവിടുന്ന് ഓടി. പക്ഷേ കടുവ ശബ്ദമുണ്ടാക്കി അതിനോട് നിൽക്കാൻ പറഞ്ഞു. കുഞ്ഞു മുയലൂട്ടാ, നീ എങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? എടാ, നീ സമാധാനത്തോടെ വെള്ളം കുടിക്കേ. ഞാൻ നിന്നോട് സംസാരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. നീ പറയുന്നത് ശരിയാണോ കടുവച്ചാരെ? പിന്നെ അല്ലാതെ. നിങ്ങളുടെ രാജാവിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അല്ല, ഒരു കാര്യം പറ, നീയാണോ നിന്റെ രാജാവിന്റെ ഫേവറേറ്റ്? കുഞ്ഞുമുയലിന് കാര്യങ്ങൾ പിടികിട്ടി. തന്നെ സംസാരത്തിൽ വീഴ്ത്തി ഇരയാക്കാനാണ് കടുവയുടെ തീരുമാനമെന്ന് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും പാഞ്ഞുപോയി. നിർഭാഗ്യവശാൽ കുഞ്ഞുമുയലിന് വേഗത്തിൽ ഓടാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കടുവ അതിനെ വേട്ടയാടി കൊന്നു. ഈ കാട്ടില് വേട്ടയാടുന്നത് എന്തു രസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ തന്നെ താമസിച്ച് വേട്ടയാടി നല്ലോണം ഭക്ഷണം കഴിച്ചൂടാ? അങ്ങനെ കടുവ ആ വലിയ കാട്ടിൽ വേട്ടയാടി ജീവിക്കാൻ തുടങ്ങി. ദിവസവും ഓരോ മൃഗങ്ങൾ കുറഞ്ഞ് കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങി. എടീ കുറുക്കത്തി, നിന്റെ കൂട്ടുകാരിയെ കാണാനായി നീ അയൽക്കാട്ടിൽ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ, ശരിയാണോ? അതെ, നീ എന്തിനാണ് എന്നെ കുറിച്ച് ഇത്രയധികം ആലോചിക്കുന്നത്? നോക്കൂ കുറുക്കത്തി, നീ ആ പാമ്പ് മുട്ടകൾ വെച്ച് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് സിംഹരാജാവ് നിന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ കാട് വിട്ടു പോകാൻ പാടില്ല. ഞാനേ ഓടി പോവുകയല്ല ചെയ്യുന്നത്. എന്റെ കൂട്ടുകാരിയെ കാണാൻ അക്കരെ കാട്ടിലേക്ക് പോവാ. എനിക്ക് ഉറപ്പാണ് നീ അവസരം കിട്ടിയാൽ ഓടിപ്പോകുന്ന സൈസാ. അതുകൊണ്ടാ ഞാൻ നിന്റെ മേലെ ഒരു കണ്ണ് വെച്ചിരിക്കുന്നത്. ആനച്ചാരെ, ഞാൻ സിംഹരാജാവിന്റെ വാക്ക് പാലിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ നീ നിന്റെ കടമകൾ പാലിക്കുന്നില്ല. എന്ത്? നീ എങ്ങനെ അങ്ങനെ പറയാം? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെങ്കിലേ ആനച്ചാരെ, നീ കാട്ടുവാസികളുടെ മേലെ ശ്രദ്ധ വെക്കണം. ചെയ്യുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ കാട്ടുവാസികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നീ അറിയുന്നുണ്ടോ ഇത്? നമ്മുടെ കാട്ടിലെ ഏതോ ഒരു വേട്ടക്കാരൻ ഇറങ്ങിയിട്ടുണ്ടത്രേ. എടീ കുറുക്കത്തി, നീ ഒരു സൂത്രക്കാരിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു മണ്ടനല്ലാന്നും നീ ഓർക്കണം. നിന്റെ ഈ വർത്തമാനത്തിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. പരിഹസിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലെങ്കിലേ ആനച്ചാരെ, ഒരു ദിവസം നീയും ആ വേട്ടക്കാരന്റെ ഇരയാവും. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഇവിടുന്ന് പോകാൻ പറ്റില്ല. നോക്കൂ, എനിക്ക് അത്യാവശ്യമായി പോകേണ്ട കാര്യമാണ്. 2-3 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു വരും. ഞാൻ പോട്ടെ. ശരി, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ആ കാട്ടിലെ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ ദിവസവും നീ ഒപ്പിടണം. ഏറ്റിരിക്കുന്നു സുഹൃത്തെ. ദിവസം പ്രതി ആ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറയുന്ന കാര്യം കുറുക്കത്തിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. മറ്റൊരു സ്ഥലത്ത് മുയലുകളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ച് മറ്റു മുയലുകളെല്ലാം ചേർന്ന് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആനച്ചാർ ആ വഴി പട്രോളിന് പോയപ്പോൾ അത് കേട്ടു. കൂട്ടരെ, നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേരാ കാണാതായത്? ശരിയാണ്, ഇതിനെ കുറിച്ച് നമ്മൾ സിംഹരാജാവിനോട് പോയി പറയണം. മുയലുകളുടെ സംഭാഷണം കേട്ട് ആനച്ചാർ അവിടെ എത്തി. അല്ല, ഇതെന്താ? എല്ലാവരും കൂടി എന്തായി ചർച്ച ചെയ്യുന്നത്? എന്നോടൊന്ന് പറ. ആനച്ചാരെ, സിംഹരാജാവിന്റെ സേനാപതിയല്ലേ? ഞങ്ങളുടെ വല്ലാത്ത പ്രശ്നം രാജാവിനൊന്ന് അറിയിക്കണം. നിങ്ങളെ സംരക്ഷിക്കുകയാണല്ലോ എന്റെ കടമ. പറയൂ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ആനച്ചാരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നേ കുറെ പേരെ കാണാതായി. കാടിന് തന്നെ വലിയൊരു ആപത്താണ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടുപിടിച്ച് തരണം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആനച്ചേട്ടാ, ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിയാം. കാണാതെ പോയ എല്ലാവരും സരയൂ നദിയില് വെള്ളം കുടിക്കാനാണ് പോയത്. പിന്നീട് അവരാരും വന്നിട്ടില്ല.
ഇവരൊക്കെ കാണാതായിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ കൂട്ടുകാര് കുറെ പേര് കാണാതായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുമുയലന്മാർ പറഞ്ഞ കാര്യം കേട്ട ആനയ്ക്ക് കുറുക്കത്തി പറഞ്ഞ കാര്യങ്ങളും ഓർമ്മ വന്നു. കാട്ടിലേതോ വേട്ടക്കാരൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആ കുറുക്കത്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആനച്ചാർ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് 2 ആടുകൾ കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വന്നത്. ഭഗവാനെ, ഞങ്ങൾക്ക് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ആരാ ഞങ്ങളെ രക്ഷിക്കുക? കുഞ്ഞാടുകളെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആനച്ചേട്ടാ, നിങ്ങളെ കണ്ടത് നന്നായി. ഞങ്ങൾ സിംഹരാജാവിനോട് പരാതി പറയാൻ പോവാണ്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളും പരാതി പറയാനാണോ പോകുന്നത്? അതെ, നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എന്നോട് പറയൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുയലുകളെ കാണാതായി. പക്ഷെ ഇപ്പോ ഞങ്ങൾ ആടുകളുടെ ഇടയിൽ കുറെ എണ്ണത്തിന് കാണാനില്ല. എനിക്ക് തോന്നുന്നത് ഏതോ വേട്ടക്കാരൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാ. ഈ വാർത്ത കാടെങ്ങും പരന്നു. മൃഗങ്ങളൊക്കെ പരിഭ്രാന്തരായി. എല്ലാവരും ചേർന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സിംഹരാജാവിന്റെ മുമ്പിലെത്തി. എല്ലാ കാര്യങ്ങളും സിംഹരാജാവിനോട് പറഞ്ഞു. സിംഹരാജാവ് തന്റെ പ്രജകളോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പുറകെ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. എന്റെ കാട്ടിൽ വന്ന് എന്റെ മൃഗങ്ങൾ തന്നെ വേട്ടയാടുന്നു. എന്ത് ധൈര്യമാണ് ഇവന്! ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം മഹാരാജാവേ? ഞാൻ നിങ്ങൾക്കൊരു ഉത്തരവിടുകയാണ്. ആരും ഇനി ഈ കാട് വിട്ട് വെളിയിൽ പോരുത്. നിങ്ങൾക്ക് ദാഹിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ കാട്ടിനുള്ളിലുള്ള തടാകം ഉപയോഗിക്കൂ. ഈ ഉത്തരവ് ഞങ്ങൾ എത്ര ദിവസം പാലിക്കണം മഹാരാജാവേ, അതും പറയണം. ഞാൻ ആ വേട്ടക്കാരനെ പിടിക്കുന്നത് വരയ്ക്കും. അതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായി ആ നദിയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. അന്നു മുതൽ മൃഗങ്ങളൊക്കെ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ജീവിച്ചു. ആരും പുറത്തേക്ക് പോയില്ല. മൃഗങ്ങളൊക്കെ നദീതീരത്ത് പോയിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ 2 ദിവസവും കടുവ വേട്ടയാടാനാകാതെ വിഷമിച്ച് ഭക്ഷണമില്ലാതെ വലയുകയാണ്. എത്ര മൃഗങ്ങളാണ് ഈ വലിയ കാട്ടിലുള്ളത്? എന്നിട്ട് ഒരു മൃഗം പോലും വെള്ളം കുടിക്കാൻ വരുന്നില്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. വേട്ടയാടി ഞാൻ 2 ദിവസമായി. വിശന്നിട്ട് എനിക്ക് കണ്ണു കാണുന്നില്ല. ഇനി ഈ നദിക്കരയിൽ നിന്നിട്ട് കാര്യമില്ല. ആരും ഇവിടെ വരാൻ പോകുന്നില്ല. കാടിന്റെ ഉള്ളിലേക്ക് പോയേ പറ്റൂ. പിന്നെ എനിക്കും അറിയണല്ലോ എന്തുകൊണ്ടാണ് ഒരു മൃഗവും ഇവിടെ വെള്ളം കുടിക്കാൻ വരാത്തതെന്ന്. കാണിച്ചു തരാം. ഈ കടുവയുടെ അടുത്തുനിന്ന് ഒരു മൃഗത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ കടുവ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരു ആട് പുൽമേഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. കടുവ പതുക്കെ പതുങ്ങി പിന്നെ പാഞ്ഞ് ആടിനെ കൊന്ന് അതിനെ എടുത്തുകൊണ്ട് കാടിന്റെ വെളിയിലേക്ക് പോയി. മറ്റൊരു ആട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോ ഇതാണ് കാര്യല്ലേ, ഞാൻ രാജാവിനോട് പോയി പറയാൻ പോവാണ് എല്ലാം. ആട് സകല ജീവികളെയും വിളിച്ചുകൂട്ടി സിംഹരാജാവിന്റെ അടുത്തേക്ക് ചെന്നു. മഹാരാജാവേ, അക്കരെ കാട്ടിൽ നിന്നും ഒരു കടുവ നമ്മുടെ കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത്. മഹാരാജാവേ, അവൻ അതിവേഗതയുള്ള ഒരു കടുവയാണ്. അവൻ ദുഷ്ടനാണ്. അവൻ ഒറ്റയടിക്ക് എന്റെ കൂട്ടുകാരെ വേട്ടയാടുന്നത് ഞാൻ കണ്ടതാ. എന്തെങ്കിലും ചെയ്യണ രാജാവേ, നമ്മുടെ കാട് ആപത്തിലാണ്. രാജാവേ, ഇത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ. സകല ജീവികളുടെയും അഭിപ്രായങ്ങൾ കേട്ട രാജാവ് പറഞ്ഞു: കുറുക്കത്തി എവിടെയാണ്? അവൾ അവളുടെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി അയൽക്കാട്ടിൽ പോയിരിക്കുകയാണ്. കുറുക്കത്തിയോടൊപ്പം ചേർന്ന് കടുവയെ പിടിക്കാനുള്ള പ്ലാൻ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു: കാട്ടുവാസികളെ, നിങ്ങളെയെല്ലാം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ഈ സിംഹരാജാവാണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത്. പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം. ഞാൻ എന്തു പറയുന്നോ അതേപോലെ നിങ്ങൾ ചെയ്യണം. ശരി രാജാവേ, ഞങ്ങൾ തയ്യാറാണ്. എല്ലാരും കേട്ടോളൂ. ഇനി മുതൽ ആരും ആ നദിയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാതെ ആ കടുവ നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണം തേടി വരും. അപ്പോഴാണ് അവൻ ഈ കാട്ടിൽ കാലെടുത്ത് വെച്ച നിമിഷം ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മൃഗത്തെ അയക്കും. പിന്നെ കടുവ ആ ജീവിയെ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അവനെ ചുറ്റി വളയ്ക്കും. അപ്പോ ആ പോകുന്നവന്റെ ജീവൻ അപകടത്തിലാവില്ലേ മഹാരാജാവേ? ആ, പക്ഷേ മരണത്തിന് മുമ്പിൽ പോകാൻ ആരാണ് ധൈര്യപ്പെടുക രാജാവേ? അത് നിനക്ക് നാളെ മനസ്സിലാവും. സിംഹം തന്റെ ചാരനെ പറഞ്ഞയച്ച് കുറുക്കത്തിക്ക് സന്ദേശം കൈമാറി ഉടനടി കാട്ടിലെത്താൻ ആണയിട്ടു. മഹാരാജാവേ, ഈ അർദ്ധരാത്രിക്ക് ഇത്ര ധൃതിയിൽ എന്നെന്തിനാണ് വിളിപ്പിച്ചത്? കുറുക്കത്തി, നിന്റെ ശിക്ഷ ഞാൻ റദ്ദാക്കാൻ തീരുമാനിച്ചു. പക്ഷേ നീ എനിക്ക് ഒരു കാര്യം ചെയ്യാം.
ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ രാജാവേ, അങ്ങ് പറഞ്ഞാലും. ശരി, എന്നാൽ കേട്ടോളൂ. കുറുക്കത്തി സമ്മതിച്ചതും സിംഹം കടുവയെ പിടിക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചു. മഹാരാജാവെ, കടുവ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ സമയത്ത് വന്ന് എന്നെ രക്ഷിക്കുമല്ലോ അല്ലേ? പറയൂ. ഞാൻ സിംഹമാണ്, രാഷ്ട്രീയ നേതാവല്ല. പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. പിറ്റേ ദിവസം സിംഹത്തിന്റെ പദ്ധതി അനുസരിച്ച് കുറുക്കത്തി സരയൂ തീരത്ത് പോയി. കുറുക്കത്തിയെ കണ്ട കടുവ സന്തോഷിച്ചു. ഓ സന്തോഷം, ഇന്ന് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിയും. എന്റെ അടുത്ത കുറുക്കത്തി വന്ന ഉടനെ തന്നെ ഞാൻ വേട്ടയാടി കൊല്ലും. കുറുക്കത്തി പേടിച്ചാണ് പുഴയുടെ തീരത്തെത്തിയത്. എന്റെ കാട്ടുഗണപതി, രാജാവിന് തക്ക സമയത്ത് വന്ന് എന്നെ രക്ഷിക്കാൻ തോന്നണേ. കടുവയെ നോക്കി പതുക്കെ നടന്നുകൊണ്ടിരുന്ന കുറുക്കത്തിയെ നോക്കി കടുവയും പതുക്കെ നടന്നുകൊണ്ടിരുന്നു. സുഖമല്ലേ കുറുക്കത്തി? ഓ കുഴപ്പമില്ല കടുവ ചേട്ടാ. ഇപ്പോ കുഴപ്പമില്ല, പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞാൽ നീ കുഴപ്പത്തിലാകും. എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കാനൊന്നുമില്ല. എനിക്ക് പൊരിഞ്ഞ വിശപ്പ്. എനിക്ക് വിശപ്പ് വന്നാലേ ആരെ ഞാൻ കൺമുണ്ടിൽ കാണുന്നു അവരെ പിടിച്ചു തിന്നു. ഇത്രയും പറഞ്ഞ കടുവ കുറുക്കത്തിയുടെ അടുത്തേക്ക് പതുക്കെ പോയി. തക്ക സമയത്ത് സിംഹം അവിടെ എത്തി തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. മൃഗങ്ങളൊക്കെ അവനെ ചുറ്റിവളഞ്ഞു. കടുവേ, വേട്ടയാടാനുള്ള അത്യാഗ്രഹം മൂത്ത് എന്റെ കെണിയിൽ നീ വീണിരിക്കുന്നു. നീ എന്നെ ചതിച്ചു സിംഹമേ. എന്ത് വിതച്ചുവോ അതേ കൊയ്യാൻ പറ്റുമെന്ന് നീ കേട്ടിട്ടില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. നീ മറ്റുള്ളവരെ കെണിയിൽ കുടുക്കി, ഇപ്പൊ നീയും കുടുങ്ങി. എനിക്ക് മാപ്പ് തരണം സിംഹരാജാവേ. ഞാൻ ഈ കാട് വിട്ട് എന്നേക്കുമായി പോയിക്കോളാം. പറ്റില്ല. നീ ഞങ്ങളുടെ കാട്ടിൽ കുറെ പേരെ വേട്ടയാടി കൊന്നു. ഇനി ഈ മൃഗങ്ങളൊക്കെ നിന്നെ വേട്ടയാടി കൊല്ലും. കൂട്ടരെ, ഇവരെ ആക്രമിക്കൂ. നിങ്ങളുടെ പ്രതികാരത്തിന്റെ സമയമാണിപ്പോൾ. മൃഗങ്ങളൊക്കെ കടുവയുടെ മേൽ ചാടി ആക്രമിച്ച് കടുവയെ കൊന്നു പ്രതികാരം തീർച്ചു. അങ്ങനെ സമയോചിതമായ സിംഹത്തിന്റെ ബുദ്ധിയും ശക്തിയും കടുവയുടെ അന്ത്യം കുറിച്ചു. ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യുമെന്ന്. ഷേർസിംഗ് ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. തന്റെ കാലശേഷം പിൻഗാമിയായി ജ്ഞാനമുള്ള ഒരു ജീവിയെ തിരഞ്ഞെടുക്കാൻ സിംഹരാജാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് സകല ജീവികളെയും ദർബാറിൽ വിളിച്ചുകൂട്ടി. പ്രിയ പ്രജകളെ, ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. പഴയ പോലെ രാജകാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ പിൻഗാമിയായി ഒരു ജ്ഞാനിയെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. രാജാവാകാൻ ആഗ്രഹിക്കുന്ന ജീവികൾ ഐകമായും ഭൗതികവുമായ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകണം. അതിൽ വിജയിക്കുന്ന ജീവിയായിരിക്കും ഈ കാട്ടിലെ രാജാവ്. ഷേർസിംഗിന്റെ ഈ പ്രഖ്യാപനം കാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. വനത്തിലെ ഓരോ കോണിലും ഇത് തന്നെയായിരുന്നു സംസാര വിഷയം. കുരങ്ങച്ച, നിനക്ക് രാജാവായിക്കൂടെ? നിങ്ങൾ സമർത്ഥനും ശക്തിമാനുമാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ രാജാവാകാനുള്ള അർഹത എനിക്കില്ല. കാട്ടിലെ രാജാവ് സിംഹമാവുന്നതാണ് നല്ലത്. ഷേർ സിംഗ് തന്റെ മകനെ രാജാവാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഷേർ സിംഗിന് ബലശാലി മാത്രം പോരാ, ബുദ്ധിശാലിയും ആയിരിക്കണം എന്നല്ലേ സിംഹരാജാവിന്റെ ആഗ്രഹം? ഷേർ സിംഗ് ഒരു ബുദ്ധിരാക്ഷസനല്ലേ? അങ്ങേര് വെക്കുന്ന ടെസ്റ്റിൽ നമ്മൾ എങ്ങനെ പാസ്സാകാനാ എന്റെ ഈശ്വരാ? മറ്റൊരു ഭാഗത്ത് സിംഹിണിയുടെ ദത്ത് സഹോദരനായ കുറുക്കന് രാജാവാകാൻ ആഗ്രഹമുദിച്ചു. അവൻ അത് സിംഹിണിയോട് പറയുകയും ചെയ്തു. ചേച്ചി, ചേട്ടൻ രാജാവ് സിംഹാസനം ഒഴിയാൻ പോകുകയാണോ? ആ അതെ, ഞാനും കേട്ടു. ചേച്ചി, എനിക്ക് രാജാവാകാനുള്ള യോഗ്യതയില്ലേ? പിന്നെ നിനക്ക് രാജാവാകാനുള്ള യോഗ്യതയൊക്കെയുണ്ട്. പക്ഷേ മഹാരാജാവ് വെച്ചിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നീ ജയിക്കണം. തയ്യാറാവടാ? പരീക്ഷണങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സിംഹരാജാവിന്റെ അടുത്തേക്ക് സിംഹിണി അവനെയും കൊണ്ടുപോയി. റാണിയോടൊപ്പം കുറുക്കനെ കണ്ട മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചു. മഹാറാണി, എന്നെ കാണാനാണോ വന്നത്? അതെ രാജാവേ, ഞാൻ എന്റെ ദത്ത് സഹോദരനെയും കൊണ്ട് അങ്ങയോട് ഒരു കാര്യം അപേക്ഷിക്കാനാണ് വന്നത്. ആഹാ, അങ്ങനെയോ? പറയൂ, എന്തിനാ കുറുക്കനാളിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇവനെ അങ്ങ് രാജാവാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് പറ്റില്ലല്ലോ റാണി. പക്ഷേ എന്തുകൊണ്ട് കുറുക്കൻ രാജാവായിക്കൂടാ? കാരണം ഇവൻ നമ്മുടെ രാജകുടുംബത്തിൽ പെട്ടവനല്ലല്ലോ. ഇത് ശരിയല്ല മഹാരാജാവേ. നേതാവിന്റെ മകൻ തന്നെ നേതാവാകണമെന്ന് പറഞ്ഞാൽ നമുക്കും മനുഷ്യർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? അളിയൻ തന്നെ പറഞ്ഞതല്ലേ, ജ്ഞാനിയായ ഒരാൾക്ക് മാത്രമേ ഈ കാട്ടിലെ രാജാവാകാൻ പറ്റുമെന്ന്. ഞാനൊരു ജ്ഞാനിയല്ലേ രാജാവേ? ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടില്ലേ, കായികമായും ഭൗതികമായുള്ള പരീക്ഷ പാസ്സാവുന്നവന് മാത്രമേ ഈ കാട്ടിൽ രാജാവാൻ പറ്റുമെന്ന്. മഹാരാജാവേ, അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം വേട്ടക്കാർ അങ്ങയെ ബന്ധിച്ചത്? അന്ന് ഞാനല്ലേ അങ്ങയെ രക്ഷിച്ചത്. അന്ന് അങ്ങ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? മഹാരാജാവേ,
ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ട. തരികയാണെങ്കിൽ അങ്ങ് എനിക്കൊരു വാക്ക് തരണം. സമയം വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തും അങ്ങ് എനിക്ക് സാധിച്ചു തരണം. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. സമയം വരുമ്പോൾ നീ എന്തു ചോദിച്ചാലും ഞാൻ അത് നടത്തി തരും. ആ വാക്ക് അങ്ങയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ സാധിച്ചു തരണം. എന്റെ സഹോദരനെ രാജാവാക്കണം. ശരി, നീ പറഞ്ഞതുകൊണ്ട് ഇവനെ ഞാൻ രാജാവാക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ പരീക്ഷയിൽ ഇവൻ പാസ്സാകണം. ഞാൻ ഏത് പരീക്ഷയിലും പങ്കെടുക്കാൻ തയ്യാറാണ് രാജാവേ. അപ്പോൾ നദിയുടെ അക്കരയിൽ നിന്നും തോക്കിൽ നിന്നും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. ശരി കുറുക്കൻ അളിയ, പറ, എന്താണ് ഈ ശബ്ദം? അല്ലേ, ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. വെയിറ്റ്, ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം. കുറുക്കൻ ഉടനെ തന്നെ ഓടി നദിയുടെ അക്കരെ പോയി. ഉടനെ തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞു. രാജാവേ, നദിയുടെ അക്കരെ കുറച്ച് വേട്ടക്കാരൻ നിൽക്കുന്നുണ്ട്. അവർ തോക്കുകൊണ്ട് വെടിവെച്ച് വേട്ടയ്ക്ക് പരിശീലനം എടുക്കുകയാണ് രാജാവേ. ശരി, എത്ര വേട്ടക്കാരുണ്ടെന്ന് അന്വേഷിച്ചു പറയൂ. കഠിന പ്രയത്നം ചെയ്താലല്ലേ രാജാവാകാൻ പറ്റില്ലോ. ഞാൻ ഇപ്പൊ നോക്കി തിരിച്ചു വരാം രാജാവേ. എത്ര വേട്ടക്കാരുണ്ടെന്നറിയാൻ കുറുക്കൻ വീണ്ടും നദിയുടെ അക്കരെ എത്തി. കുറച്ചു സമയത്തിനുള്ളിൽ കുറുക്കൻ തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവേ, അവിടെ 12 പേരുണ്ട്. 12 വേട്ടക്കാരുണ്ടല്ലേ? ശരി, പറയൂ, അവരുടെ കയ്യിൽ എത്ര തോക്കുണ്ടായിരുന്നു? ഞാനത് എണ്ണാൻ മറന്നുപോയി. ഇപ്പൊ നോക്കിട്ട് വരാം. അവരുടെ കയ്യിൽ എത്ര തോക്കുണ്ടെന്നറിയാൻ വീണ്ടും കുറുക്കൻ അക്കരയ്ക്ക് ഓടി. കുറച്ചു സമയത്തിനുള്ളിൽ എത്ര തോക്കുകളുണ്ടെന്ന് കണക്കെടുത്ത് തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവേ, അവരുടെ കയ്യിലൊക്കെ തോക്കുകളുണ്ട്. അതായത് ടോട്ടലായി 12 തോക്കുകളുണ്ട്. ശരി കുറുക്കച്ച, അവരെവിടെന്നാ വന്നതെന്ന് അന്വേഷിക്ക്. പോ. മഹാരാജാവിന്റെ ആജ്ഞ കേട്ടതും വീണ്ടും കുറുക്കൻ അക്കരയ്ക്ക് പാഞ്ഞുപോയി. ഈശ്വരാ, രാജാവെന്നെ ഓടിച്ചോടിച്ച് എന്നെ നടുപൊട്ടിക്കുന്ന തോന്നുന്നത്. ഈ വൃത്തികെട്ട വേട്ടക്കാര് എന്നെ വെടിവെക്കുമോ എന്തോന്നാണ് എനിക്ക് പേടി. എന്ത് ചെയ്യാനാ? ഭയന്നിട്ട് കാര്യമുണ്ടോ? കണ്ടുപിടിച്ചില്ലേ പറ്റൂ. ഒരു രാജാവാകാൻ എന്തൊക്കെ ചെയ്യണം? കുറച്ചു സമയം കഴിഞ്ഞ് മഹാരാജാവിന്റെ മുമ്പിലെത്തിയ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു. രാജാവേ, അവര് വടക്കിൽ നിന്നാണ് വരുന്നത്. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നീ അന്വേഷിച്ചോ? മഹാരാജാവിന്റെ ചോദ്യ ശരങ്ങളിൽ കുടുങ്ങി വിവശനായ കുറുക്കൻ പറഞ്ഞു. ചേച്ചി, കണ്ടില്ലേ, രാജാവിന് എന്നെ രാജാവാക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തൊക്കെയോ ചോദ്യം ചോദിച്ച് എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് വരണമെന്ന് പറയുന്നു. വിഷമിക്കല്ലേ അനിയ, ഞാൻ കാര്യം ചോദിച്ചു പറയാം. അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്? എന്റെ അനുജനെ രാജാവാക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഈ സമയത്താണ് ഷേർസിംഗിന്റെ മകനായ ഷംഷേർ സിംഗ് അവിടെ എത്തിയത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കരടി പറഞ്ഞു. രാജാവേ, എല്ലാവർക്കും ഒരു അവസരം നൽകണം. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം രാജകുമാരനും ഒരു അവസരം നൽകണമെന്നാണ്. അതെ രാജാവേ, രാജകുമാരനും ഒരവസരം നൽകണം. അതാണ് ശരി. പ്രിയ പ്രജകളെ, അടുത്ത രാജാവ് ഒരു ജ്ഞാനിയും ബലശാലിയും ഒക്കെ ആയിരിക്കണം. മനസ്സിലായില്ലേ? രാജകുമാരന് രാജാവാണെങ്കിൽ അവനും പരീക്ഷ കൊടുക്കണം. എന്താ, പരീക്ഷ കൊടുക്കാൻ തയ്യാറാണോ? അതെ, ഞാൻ തയ്യാറാണ് അച്ഛാ. രാജകുമാരൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ സന്തോഷിച്ചു. വീണ്ടും അക്കരയിൽ നിന്നും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. രാജകുമാര, നീ ഇപ്പൊ കേട്ട ശബ്ദം, നിനക്ക് രാജാവാകണമെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തിയിട്ട് വരൂ. ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് വരാം. രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് രാജകുമാരൻ നദിയുടെ അക്കരെ പോയി ശബ്ദത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ തുടങ്ങി. സമയം കുറെ കഴിഞ്ഞിട്ടും രാജകുമാരൻ തിരിച്ചെത്തിയില്ല. ഇത് കണ്ട കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു. തെറ്റിദ്ധരിക്കരുത് രാജാവേ, ഇത്രയും നേരെയായിട്ടും രാജകുമാരൻ തിരിച്ചു വന്നില്ല. ഈ സമയം കൊണ്ടാണ് ഞാൻ 10 പ്രാവശ്യം ഓടിപ്പോയി തിരിച്ചു വന്നത്. കുറച്ചു നേരം ക്ഷമിക്കൂ കുറുക്ക, രാജകുമാരൻ എന്തായാലും തിരിച്ചു വരും. രാജകുമാരൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാനല്ലേ രാജാവ്. രാജകുമാരൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാനല്ലേ രാജാവ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷംഷേർ സിംഗ് തിരിച്ചെത്തി. സിംഹരാജാവ് ജയിക്കട്ടെ. അക്കരെ 12 വേട്ടക്കാർ തങ്ങളുടെ തോക്ക് ഉപയോഗിച്ച് വേട്ട ചെയ്യാനുള്ള പരിശീലനം എടുക്കുകയാണ്. അവരൊക്കെ വടക്കുന്നാണ് വന്നത്. ഇന്ന് രാത്രി നമ്മുടെ കാട്ടിലാണ് വേട്ടയാടാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഞാൻ എന്റെ ജീവൻ പണയപ്പെടുത്തി അവരെ അയൽക്കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു. നീ നിന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണോ ഈ കാര്യം ചെയ്തത്? ഇല്ല, ആ വേട്ടക്കാരെന്നെ കണ്ടപ്പോൾ അവരെന്റെ പുറകെ ഓടാൻ തുടങ്ങി. അവർ തോക്കുകൊണ്ട് എന്നെ വെടിവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ തോക്കിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാനല്ല ഞാൻ വിചാരിച്ചത്. നമ്മുടെ കാടിനെ രക്ഷിക്കുക എന്ന കടമ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ ഓടിക്കാൻ എനിക്ക് കുറച്ച് സമയമായി. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്.
ഇത് കേട്ട കുറുക്കൻ ലജ്ജിച്ച് തല താഴ്ത്തി. രാജാവേ, നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ച രാജകുമാരന് മാത്രമേ രാജാവാകാൻ യോഗ്യതയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, രാജകുമാരൻ തന്നെയാണ് അടുത്ത രാജാവ്. മഹാറാണി, നമ്മുടെ കുമാരനെ നമുക്ക് നേരിട്ട് രാജാവാക്കാം. പക്ഷെ അവൻ യോഗ്യനാണോ അല്ലയോ എന്ന് അറിയേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ടാണ് എല്ലാവരെയും പോലെ രാജകുമാരനെയും ഞാൻ പരീക്ഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്റെ ദത്തളിയൻ പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. പറയൂ റാണി, ആരെയാണ് ഞാൻ ഈ കാട്ടിലെ രാജാവാക്കേണ്ടത്? നീ തന്നെ പറയൂ. സിംഹിണി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കുറുക്കൻ പറഞ്ഞു. മഹാരാജാവേ, രാജാവാകാനുള്ള മോഹം കൊണ്ട് ഞാനൊരു കാര്യം മറന്നു. കാട്ടിലെ രാജാവ് സിംഹം തന്നെ. അതുകൊണ്ട് രാജകുമാരൻ ശംഷേർ സിംഗിനെ തന്നെ രാജാവാക്കണം. ഇത് അങ്ങയോടുള്ള എന്റെ അപേക്ഷയാണ്. പിന്നെ ഷേർ സിംഗ് തന്റെ മകനായ യുവരാജാവിനെ കാട്ടിലെ രാജാവായി കിരീടമണിയിച്ചു. ഇത് കണ്ട് സന്തോഷിച്ച മൃഗങ്ങളൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഷേർ സിംഗ് സിന്ദാബാദ്, ശംഷേർ സിംഗ് സിന്ദാബാദ്. ഷേർ സിംഗ് സിന്ദാബാദ്, ശംഷേർ സിംഗ് സിന്ദാബാദ്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം, വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ?